16th വേൾഡ് വൈഡ് റിലീസിന് ഒരുങ്ങുകയാണ്. ചിത്രത്തിന്റെ ട്രെയിലറാണ് നമ്മൾ വീണ്ടും താരങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ കണ്ടിരിക്കുന്നത്. സോ നൗ ഇനി ഏതൊരു നിമിഷത്തിലാണ് നമ്മൾ ഏവരും കാത്തിരിക്കുന്നത്? കുറെ അധികം നേരമായിട്ട് ആരെയാണ് സ്റ്റേജിൽ കാണാനായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നത്? ഓഫ് കോഴ്സ്, വർഷങ്ങൾക്ക് മുന്നേ ഗുരുവായൂർ അമ്പലത്തിന്റെ പശ്ചാത്തലത്തിൽ മലയാളം സിനിമയിലേക്ക് കാലെടുത്ത് വെച്ച നമ്മുടെ പ്രിയപ്പെട്ട താരമാണ്. ഒരുപാട് ഇന്റർവ്യൂസിലും പ്രോഗ്രാംസിലും കട്ട ഹൈപ്പ് ആൻഡ് ബിൽഡപ്പ് ഇൻട്രൊഡക്ഷനൊക്കെ കൊടുത്ത് രാജുവേട്ടൻ അത് കേട്ട് മുഷിഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു വലിയ ബിൽഡപ്പ് ഇൻട്രൊഡക്ഷനിലേക്ക് ഞാൻ പോകുന്നില്ല. നമ്മൾ മലയാളികളുടെ സ്വന്തം രാജുവേട്ടൻ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രാജുവേട്ടാ നമസ്കാരം. ഒരളിയൻ അങ്ങനെ നമ്മുടെ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ആടുജീവിതം സിനിമയിലൂടെ നമ്മൾ ഒരുപാട് കരയിപ്പിച്ചതിന് ശേഷം ഇനി നമ്മൾ എല്ലാവരെയും ചിരിപ്പിക്കാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് തിരികെയാണ് അല്ലെ? സോ വാട്ട് ഈസ് ഗുരുവായൂർ അമ്പല നടയിൽ ഫോർ യു? നമ്മൾ ഒരുപാട് അങ്ങനെ കണ്ടിട്ടുള്ള ഒരു ജോണർ അല്ല. രാജുവേട്ടൻ കോമഡി ചിത്രങ്ങൾ ചെയ്യുമ്പോൾ ഒരു പക്ഷേ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ അതിനെ സ്വീകരിക്കാറുണ്ട്, എൻജോയ് ചെയ്യാറുണ്ട്. അപ്പൊ രാജുവേട്ടന്റെ ആ ഒരു ജോണർ കാണുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് ഹാപ്പി ആണ്, എക്സൈറ്റഡ് ആണ്. ആൻഡ് വാട്ട്സ് ദ ഫീലിംഗ് റണ്ണിങ് ഇൻ യുവർ മൈൻഡ്? നമസ്കാരം. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും വലിയ നന്ദി. ഗുരുവായൂർ അമ്പല നടയില് ഞാൻ പേഴ്സണലി സിനിമ കാണുന്ന ആദ്യം നടനാവുന്നതിന് മുമ്പും സംവിധായകൻ നിർമ്മാതാനാവുന്നതിനൊക്കെ മുമ്പ് ഒരു സിനിമ ആസ്വാദകനാണ്. ഒരു സിനിമ ആസ്വാദകൻ എന്ന നിലയിൽ കുറെ വർഷങ്ങളായിട്ട് ഭയങ്കരമായി മിസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ് ഈ. ഒരുപാട് നടീനടന്മാരും രണ്ട് വലിയ കുടുംബങ്ങൾ, അവർക്കിടയിൽ നടക്കുന്ന ഒരു കല്യാണം, അവിടുത്തെ തെറ്റിദ്ധാരണകൾ, ഇതിന്റെയൊക്കെ ഇടയിൽ രണ്ട് കിളിപോയ അളിയന്മാർ, അതിൽ ഒരു കിളിപോയ അളിയനായിട്ട് ബേസിലും മറ്റേ കിളിപോയ അളിയനായിട്ട് ഞാനും, അങ്ങനെ മൊത്തത്തിലൊരു രസമുള്ള പരിപാടിയാണ്. അപ്പൊ എല്ലാവരും കുടുംബസമേതം ഈ 16-ാം തീയതി സിനിമ തിയേറ്ററിൽ പോയി കാണണം. വീട്ടിലെ കൊച്ചു കുട്ടികൾ മുതൽ അപ്പൻ അമ്മ വരെ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കണ്ട് കുറച്ചൊക്കെ ചിരിച്ച് ആസ്വദിച്ച് വരാൻ കഴിയുന്ന ഒരു സിനിമയാണെന്ന് ഞാൻ ഗ്യാരണ്ടി. അപ്പൊ ഓക്കെ, 16-ാം തീയതി തിയേറ്ററിൽ കാണാം. താങ്ക് യു വൺസ് അഗൈൻ. എല്ലാവരും അയ്യോ കൊച്ചു. So രാജുവേട്ടന്റെ ഒരു ഗ്യാരണ്ടി നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ആൻഡ് ഓഫ് കോഴ്സ് യു ഇൻവൈറ്റഡ് എവറിബഡി ടു തിയേറ്റേഴ്സ് ഓൺ May 16th. അതിന് ഒരു ട്രെൻഡിങ് റീലിന്റെ ഒരു റെപ്ലിക്ക ആയിട്ട് കൈ ചൂണ്ടി എല്ലാവരും കല്യാണത്തിന് വരണം എന്ന് പറഞ്ഞു. സോ രാജുവേട്ടൻ ഒരു ഹംബിൾ റിക്വസ്റ്റ്, അതേ സ്റ്റൈലില് അതേപോലെ തന്നെ എല്ലാവരെയും സിനിമയ്ക്ക് കൂടെ ഒന്ന് വിളിക്കാവോ പ്ലീസ്? ഈ വരുന്ന 16-ാം തീയതി എന്റെ സിനിമ റിലീസാണ്. നിങ്ങൾ എല്ലാവരും വരണം. ഇതിൽ കൂടുതൽ നമുക്ക് എന്ത് വേണം അല്ലേ? താങ്ക് യു സോ മച്ച്. സോ അളിയൻ സ്റ്റേജിൽ തന്നെ നിൽക്കട്ടെ. കിളിപോയ മറ്റേ അളിയനെ വേദിയിലേക്ക് വെൽക്കം ചെയ്യാനുള്ള ടൈം ആയിരിക്കുകയാണ്. ഗുരുവായൂർ അമ്പല നടയിൽ നമ്മുടെ സ്വന്തം ബേസിൽ ജോസഫ്. സെലിബ്രേഷൻ നോക്കൂ. ഒരു താരത്തിനും കിട്ടാത്തൊരു എൻട്രിയാണ് സ്റ്റേജിലേക്ക് കിട്ടിയിരിക്കുന്നത്. ഹായ് ഹോംലി സ്റ്റാർ, ഹായ് അളിയൻ, കിളിപോയ അളിയൻ. യെസ്, എന്നെ നോക്കി പഠിപ്പിക്കുകയാണോ? ബേസിലേട്ടന്റെ അഭിനയം നമുക്ക് കാണണ്ട അല്ലെ? ആളെ കണ്ടാൽ തന്നെ നമ്മൾ ശരിക്കും ഒരു ബുള്ളറ്റ് എഞ്ചിൻ ചിരി കേട്ടാൽ തന്നെ നമ്മളിട്ടില്ല. ബട്ട് സ്റ്റിൽ ബേസിൽ ജോസഫ് വൻ സപ്പോർട്ടാണ്. ക്രൂ മെമ്പേഴ്സിന്റെ അടുത്ത് തന്നെ വൻ സപ്പോർട്ടാണ്. ഹോംലി സ്റ്റാറിന്റെ ഒരു വരവേൽപ്പ്, ദാറ്റ് വാസ് സോ ബ്രില്യന്റ്. സോ ഹൗ ആർ യു ഫീലിംഗ്? എല്ലാവർക്കും നമസ്കാരം. ഇത് ഞാൻ കാശ് കൊടുത്ത് ചെയ്യിപ്പിച്ചതല്ല, സത്യമായിട്ട് ഓർഗാനിക് ആയിട്ട് സംഭവിച്ചതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം രാജുവേട്ടൻ്റെ കൂടെ ഇങ്ങനെ ഒരു സിനിമ ഒരുമിച്ച് ഇങ്ങനൊരു അളിയനായിട്ട് അഭിനയിക്കാൻ പറ്റിയെന്നൊക്കെ പറഞ്ഞത് ഭയങ്കര സന്തോഷമുണ്ട്. ഇതിൻ്റെ റൈറ്റർ കുഞ്ഞുരാമായണം എന്ന് പറയുന്ന ആദ്യമായിട്ട് ഞാൻ ചെയ്ത സിനിമയുടെ റൈറ്ററാണ്. ദീപുവാണ് ഇതിൻ്റെ റൈറ്റർ. അതുപോലെ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് ഗോദ എന്ന് പറയുന്ന സിനിമയുടെ പ്രൊഡ്യൂസ് ചെയ്ത് E4 എൻ്റർടൈൻമെൻ്റ് ആണ്. അതുപോലെ ഇതിൻ്റെ സംവിധായകൻ എന്ന് പറയുന്നത് ജയ ഹേ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്ത വിപിൻ ചേട്ടനാണ്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും കൂടെ വീണ്ടും ഇങ്ങനെ ഒരു സിനിമയിൽ ഇത്രയും വലിയ സ്റ്റാർ കാസ്റ്റിൻ്റെ കൂടെ നിഖില വിമൽ, അനശ്വര, അതുപോലെ അശ്വിൻ, സിജു, സാഫ് ബോയ്, അഖിലേട്ടൻ, അങ്ങനെ ഒരുപാട് ആഷിഖ്, ഇതുപോലെ ഒരുപാട് നല്ല ആക്ടേഴ്സിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റി. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇത്രയും വലിയ സ്കെയിലുള്ള ഒരു സിനിമ, രാജുവേട്ടൻ പറഞ്ഞ പോലെ ഒരു ഫൺ ഫാമിലി പോപ്കോൺ എന്റർടൈനർ എന്ന് പറയുന്ന പോലത്തെ ഒരു സിനിമയാണ്. അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. May 16-ാം തീയതി തിയേറ്ററിൽ എല്ലാവരും വരണം. താങ്ക് യു.
താങ്ക് യു സോ മച്ച്. ട്രെയിലറിലെ ബേസിലേട്ടൻ പറയുന്നുണ്ട് ആനന്ദേട്ട നിങ്ങളാണ് ഹീറോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ സിനിമയിലെ യഥാർത്ഥ ഹീറോ ആരാണ്, അല്ലെങ്കിൽ കൂടുതൽ കിളി പോയ ഏറ്റവും കിളി പോയത് ഡയറക്ടർ വിപിൻ സാറിനാണല്ലേ? എന്നാലും അളിയന്മാരിൽ ഏറ്റവും കിളിപോയ അളിയൻ അല്ലെങ്കിൽ ഒരു ഹീറോ ആരാണെന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ആരായിരിക്കും? ആനന്ദ് ഓർ കൂടുതൽ കളി ആരുടെയാണ് പോയതെന്നും ആരാണ് നായകൻ ആരാണ് വില്ലൻ എന്നുള്ളതാണ് സിനിമയുടെ കഥ. അപ്പൊ അത് ഇപ്പൊ പറയണ്ടല്ലോ. യെസ്, അത് നമുക്ക് 16-ാം തീയതി കണ്ടു തന്നെ അറിയാം. സോ മൂവിംഗ് ഓൺ, ഇനി നമുക്ക് നമ്മുടെ താരങ്ങൾ ഹീറോയിൻ ആക്ട്രസിന്റെ വേദിയിലേക്ക് വെൽക്കം ചെയ്യാനുള്ള ടൈമാണ്. രാജേട്ടൻ തന്നെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഫിലിമിൽ ഒരു മാലാഖ, ഒരു ഡ്രീമി ഒരു സീക്വൻസിൽ മാലാഖയെ പോലെ ഇരിക്കുന്ന ഒരു ആക്ടറിനെ പ്ലേസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ വിത്തിൻ സെക്കൻഡ്സ് പ്ലേസ്ഡ് ആയിട്ടുള്ള ആക്ടറാണ്. സോ അധികം ബിൽഡപ്പ് ഇല്ലാതെ തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നിഖില വിമൽ. ലിറ്ററലി മാലാഖ എന്ന് പറഞ്ഞപ്പോ ഒരു ഏഞ്ചൽ അപ്പിയറൻസിൽ തന്നെയാണ് നിഖില എന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. യെസ്, സോ നിഖിലയുടെ മുഖം ഇപ്പൊ ചൊളിയുന്നത് കാണാം, ബിക്കോസ് എവറിബഡി കമന്റ്സ് യു ആസ് ദി തഗ് ക്വീൻ അല്ലേ? യെസ്, ആ എക്സ്പ്രഷൻ തന്നെ പിന്നെയും തഗ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. സോ ഗുരുവായൂരമ്പല നടയിൽ നമ്മൾ ട്രെയിലറിലൂടെ കാണുമ്പോൾ ഒരുപാട് ഷെയ്ഡ്സ് ഉള്ള ഒരു ക്യാരക്ടറായിട്ടാണ് നമുക്ക് തോന്നുന്നത്. സോ എന്റെ വൻ വിലയിരുത്തലായിരുന്നു. ആൻഡ് ഓൾസോ കമന്റ് സെക്ഷനിൽ എല്ലാവരും പോയിന്റ് ഔട്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്, വെയിറ്റിംഗ് ഫോർ യുവർ പെർഫോമൻസ് ആൻഡ് ഹൗ എക്സൈറ്റഡ് ആർ യു അബൌട്ട് ദാറ്റ്? എല്ലാവർക്കും നമസ്കാരം. ഭയങ്കര ഒരുപാട് സന്തോഷത്തോടു കൂടി ചെയ്തൊരു സിനിമയാണ് ഗുരുവായൂരമ്പല നടയിൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ എക്സൈറ്റഡ് ആണ് റിലീസിന് വേണ്ടിയിട്ട്. എൻ്റെയും അനശ്വരയുടെയും ക്യാരക്ടേഴ്സ് ഈ സിനിമയുടെ ഒരു കഥാഗതിയിൽ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു ക്യാരക്ടേഴ്സാണ്. അപ്പോൾ എന്താ പറയുക, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. കാരണം എങ്ങനെയായിരിക്കും ആൾക്കാരെ സ്വീകരിക്കുക. ജയ ജയഹയ്ക്ക് ശേഷം വിപിൻ ചേട്ടൻ ചെയ്യുന്ന സിനിമയാണ്. അപ്പോൾ ആൾക്കാർക്ക് എന്തായാലും ഉള്ള ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ പാർട്ടായിട്ട് ഒരു സിനിമ വരുമ്പോൾ അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ രാജുവേട്ടൻ്റെ കൂടെയും ബേസിലേട്ടൻ്റെ കൂടെയും ഒക്കെ എൻ്റെ ഫസ്റ്റ് അസോസിയേഷനാണ്. അപ്പം അതുകൊണ്ട് വലിയൊരു എന്താ പറയുക, നമുക്ക് ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡുണ്ട്, ഭയങ്കര സന്തോഷമുണ്ട്, ഗ്രേറ്റ്ഫുള്ളാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്ക്. എല്ലാവരും മെയ് 16-ന് തിയേറ്ററിൽ വന്നിട്ട് സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇതൊരു ചെറിയ സിനിമയാണ്, ഭയങ്കര ചെറുതായിട്ട് നിങ്ങളുടെ വീട്ടിലൊക്കെ നടക്കുന്ന പോലത്തെ ഒരു കല്യാണം, അതിൻ്റെ ചുറ്റിപ്പറ്റി നടക്കുന്ന കുറച്ച് എൻ്റർടൈൻമെൻറ്റ്, അങ്ങനെയൊക്കെ ഉള്ളൊരു സിനിമയാണ്. അപ്പം എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ ഒരു നായികയുടെ വാക്കുകൾ നമ്മൾ കേട്ടു. ഇനി നമുക്ക് കല്യാണ പെണ്ണിനെ വേദിയിലേക്ക് വിളിക്കാനുള്ള ടൈം ആയിരിക്കാണ്. എനിക്ക് തോന്നുന്നു ഏതൊരു സിനിമയുടെ പോസ്റ്റർ റിലീസ് ആയാലും അതിന്റെ താഴെ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന കമന്റ്സ് ആണ്, ഈ കുട്ടി ഇല്ലാത്ത ഒരു സിനിമ ഉണ്ടോ മലയാളത്തിൽ എന്ന്. സോ ഡെഫിനറ്റ്ലി ബാക്ക് ടു ബാക്ക് സക്സസ് ഹിറ്റുകൾ മാത്രം നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം അനശ്വര, നല്ലൊരു കാര്യം നൽകി തന്നെ അനശ്വരയെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. കല്യാണ പെണ്ണാണ്. സോ അനശ്വര, ഓക്കെ. അപ്പൊ കല്യാണത്തിന്റെ മെയിൻ ഒരു ഫോക്കസ് കല്യാണ പെണ്ണിലും ചെക്കനിലും ആയിരിക്കും അല്ലെ? ആൻഡ് ഓഫ് കോഴ്സ് ബേസിലേട്ടൻ്റെ ആണോ? ബേസിൽ ജയ് ജയ് ജയഹയിൽ നമുക്കറിയാം വൺ ട്വിസ്റ്റ് ഒക്കെ കിട്ടി, കുറെ ഇടിയൊക്കെ മേടിച്ചിട്ടുള്ള പാവമാണ്. അപ്പൊ ഈ ഒരു സിനിമയിൽ എങ്ങനെയായിരിക്കും, ഹൗ വിൽ, കഥ പറയാൻ നമുക്ക് പറ്റില്ല, പക്ഷെ സ്റ്റിൽ ഹൗ വാസ് യുവർ കോംബോ വിത്ത് ബേസിലേട്ടൻ ആൻഡ് എന്താണ് ഇപ്പോൾ പറയാനുള്ളത്? ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇൻട്രോ കുറച്ച് കൂടിപ്പോയി, എത്രയൊന്നും എൻ്റെ ആവശ്യം എനിക്കില്ലായിരുന്നു. അപ്പം ആദ്യം തന്നെ താങ്ക് യു ഓൾ വന്നതിന്. നിങ്ങളെന്നെ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഗുരുവായൂരമ്പല നട എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തൊരു സിനിമയാണ്. നമുക്കിപ്പം 16-ാം തീയതി സിനിമ റിലീസാണ്. എനിക്ക് പേഴ്സണലി നമുക്ക് എല്ലാവർക്കും തോന്നുന്നത് 16-ന് കല്യാണം നടക്കുന്നൊരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിന് നമ്മളൊരു ഹൽദി കഴിഞ്ഞ് ഒരു ബാച്ചിലേഴ്സ് പാർട്ടിയൊക്കെ കഴിഞ്ഞ് 16-ന് ഫൈനലി സിനിമ റിലീസാവാണ്. ഒരു കല്യാണം നടക്കുന്നൊരു ഫീലാണ് എനിക്ക് വരുന്നത്. പിന്നെ ബേസിലേട്ടനാണ് കല്യാണം ചെക്കൻ. മെയിൻലി പറഞ്ഞ ഒരു അളിയനും തമ്മിലൊരു ബ്രൊമാൻസ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന, അങ്ങനെ കടന്നു പോകുന്നൊരു സിനിമയാണ്. അതിനകത്ത് ഈ കല്യാണ പെണ്ണിൻ്റെ റോള്, അതേപോലെ ഒരളിയൻ്റെ അനന്തേട്ടനും രാജുവേട്ടൻ ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ സിസ്റ്ററായിട്ടാണ്. അപ്പം അങ്ങനെയൊക്കെയാണ്. ഇപ്പം ഞാൻ ചെയ്തതിൽ നിന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഭയങ്കര ലൗഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇതിലത്തെ അഞ്ജലി എന്നുള്ളത്. ഭയങ്കര നമുക്കിപ്പം തിയേറ്ററിൽ പോയി സിനിമയുടെ ട്രീറ്റ്മെൻറ്റും അങ്ങനെയാണ്. ഇപ്പം തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പോപ്കോണൊക്കെ കഴിച്ച് എൻജോയ് ചെയ്തിരുന്ന ലോജിയൊക്കെ മാറ്റി വെച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. സോ 16-ാം തീയതി എല്ലാവരും തിയേറ്ററിൽ കണ്ട് അത് പ്രേക്ഷകർ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. Yes, so congratulations and all the best as well.
സോ നമ്മുടെ 4 താരങ്ങളും സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ്. അടുത്തതായി വേദിയിലേക്ക് സിനിമയുടെ സംവിധായകനെ തന്നെയാണ് സ്വാഗതം ചെയ്യേണ്ടത്. നമ്മൾ തുടക്കം മുതൽ പറഞ്ഞിരുന്നു ജയ ജയ ഹേ ചിത്രത്തിന് ശേഷം സംവിധാനം ചെയ്യുന്നതാണ് അദ്ദേഹത്തിന്റെ നെക്സ്റ്റ് പ്രോജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു എക്സ്പെക്ടേഷൻ ഒരു താരനിരയാണെന്ന് എടുക്കുമ്പോൾ ഹൗ വാസ് ഇറ്റ് ആൻഡ് ഹൗ വാസ് യുവർ ഫീലിംഗ് 16th സിനിമ ഫൈനലി എത്തുകയാണ്. സോ എന്താണ് ഈ ഒരു മൊമെന്റിൽ പറയാനുള്ളത്? എനിക്ക് ആദ്യം പറയാനുള്ളത് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മെയ് 12 ഇന്നാണ് നമ്മൾ ഗുരുവായൂരമ്പലയുടെ ഷൂട്ട് തുടങ്ങിയിട്ട് 1 വർഷമായത്. നമ്മൾ ഡിസ്കഷൻ പറഞ്ഞതാണ്. അപ്പം ഏതാണ്ട് ഇതേ ദിവസം തന്നെ റിലീസ് ചെയ്യുന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു, ഒന്നുമാണ് അന്നേ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ ഇതുവരെ ചെയ്ത 3 സിനിമകൾ പോലെ തന്നെയാണ് ഇതും. ഈ തൊട്ടുമുമ്പുള്ള സിനിമയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത സിനിമയാണ്. ഒരു പുതിയ ജോണറിൽ ഒരു പുതിയ സബ്ജക്റ്റ് ട്രൈ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ എനിക്ക് ഇത്രയും വലിയ ഒരു താരനിര, ഒരു വലിയ പ്രൊഡക്ഷൻ ഹൗസ് E4 പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ്. അപ്പം ഇതിൻ്റെ ഉള്ളൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. വളരെ എന്താ പറയുക, വളരെ എൻജോയ് ചെയ്ത സിനിമകളൊന്നാണ്. അപ്പം ഇത് നിങ്ങളെപ്പോലെ ഞാനും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കുറച്ച് രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളുള്ളൊരു നല്ല സിനിമയാണ്. എന്തായാലും തിയേറ്ററിൽ കാണാം. നമസ്കാരം. താങ്ക് യു വെരി മച്ച്. ചെയ്യുന്നത് ബേസിലായിട്ട് പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ ഈ കുഞ്ഞിരാമായണം ചിത്രത്തിലെ സ്ക്രിപ്റ്റ് റൈറ്റർ ആണ്. അതോടൊപ്പം പത്മിനി ഏറ്റവും റീസെന്റ് ഹിറ്റായ പേരിലൂർ 3 ഡൽഹിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആണ്. സോ നല്ല നിൽക്കുന്ന ഒരു പോസ്റ്റർ ഉണ്ട്. അതുപോലെ ട്രെയിലറിലും വാട്ട് എക്സാക്ട്ലി ഈസ് ഹാപ്പനിങ് നമുക്കൊരു ക്ലിയർ കട്ട് ഐഡിയ ഇല്ല. അളിയൻ തമ്മിലുള്ള ഒരു റൊമാൻസ് ആണെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ എന്നാലും അതിന്റെ പിറകിൽ കുറേയധികം ട്വിസ്റ്റുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. സോ വാട്ട് ഈസ് അബൌട്ട് ഓൾ ദാറ്റ്? അതൊക്കെ ഒരു ആകാംക്ഷ നമ്മൾ കീപ്പ് ചെയ്യണമല്ലോ. എന്നാലാണല്ലോ 16-ാം തീയതി നിങ്ങളെല്ലാവരും തിയേറ്ററിലെത്തി ഇത് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം തന്നെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു രസം ഉണ്ടാവില്ല. അപ്പോൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് നല്ല മുഹൂർത്തങ്ങളും ക്യാരക്ടേഴ്സും കുറെ അത്യാവശ്യം കോമഡികളൊക്കെ ഉള്ള ഒരു സിനിമയാണ്. ഒരു ടോട്ടൽ എന്റർടൈനറാണ്. കഴിഞ്ഞ വിഭിചേട്ടൻ പറഞ്ഞ പോലെ കഴിഞ്ഞ മെയ് 12 തൊട്ടിട്ട് ഈ മെയ് 12 വരെ ഒരു നല്ലൊരു എൻജോയ് ചെയ്ത് നമ്മളെല്ലാവരും എൻജോയ് ചെയ്തൊരു ജേണി തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു എൻജോയ്മെന്റ് തിയേറ്ററുകളിൽ നിങ്ങൾക്കും കാണുന്ന എല്ലാവർക്കും കിട്ടും തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ എല്ലാവരും കാണാം. അത്രയേ ഉള്ളൂ. നന്ദി. പൃഥ്വിരാജ് പ്രൊഡക്ഷൻ ആൻഡ് E4 എന്റർടൈൻമെന്റ്സ് ആണ്. നമുക്കറിയാം രാജുവേട്ടന്റെ എസ്ര, ഭ്രമം തുടങ്ങിയ ചിത്രങ്ങൾ നിർമ്മിച്ച E4 എന്റർടൈൻമെന്റ്സ് വീണ്ടും ഗുരുവായൂർ കൊച്ചിൻ്റെ ക്രൗഡിന് നന്ദി. ഇവിടെ വന്ന് ഞങ്ങൾ എല്ലാവരും സ്വീകരിച്ചതിന്. ഈ പടത്തിന് ഞങ്ങളെ വിശ്വസിച്ചിട്ട് ജോയിൻറ്റ് പ്രൊഡക്ഷൻ ചെയ്ത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന് നന്ദിയുണ്ട്. പിന്നെ മിക്ക ആർട്ടിസ്റ്റുടെ നിൽക്കുന്നത് എല്ലാവരും 3rd മൂവിയാണ്. നിഖിലായാലും 3rd ഫിലിമാണ്. നമ്മളുടെ പെരലൂർ പ്രീമിയം ലീഗ് പിന്നെ കുഞ്ഞിരാമായണം വെച്ചിട്ട് 3rd ഫിലിമാണ്. ദീപുടെ വിപ്പിൻ്റെ മാത്രം ആദ്യത്തെ പടമാണ്. പിന്നെ മെയ് 16-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്താം അല്ലേ? സോ നമ്മുടെ കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവരും സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഇനി എനിക്ക് വളരെ വളരെ ആകാംക്ഷയുള്ള ഒരു സെഗ്മെന്റിലേക്കാണ് ഞാൻ പോകുന്നത്. നമ്മുടെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസിന്റെ ഭാഗമായി ദുബായ് ആൻഡ് ഖത്തറിൽ പോയപ്പോൾ രാജുവേട്ടനും ബേസിലേട്ടനും ഓഡിയൻസിന് വേണ്ടിയിട്ട് പാട്ട് പാടിയിരുന്നു. യെസ് എനിക്ക് എല്ലാവരും കാത്തിരുന്നത്. സോ തുടക്കത്തിൽ ഞാൻ നമ്മുടെ ട്രെൻഡിങ് റീലിന്റെ സ്റ്റൈലിൽ എല്ലാവരും ഇൻവൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഒരു മഴയും കൂടാതെയാണ് രാജുവേട്ടൻ നമുക്കായിട്ട് അത് ചെയ്തത്. സോ നൗ കൊച്ചിക്ക് ഇത്രയും മലയാളികൾ ഇങ്ങനെ നിൽക്കുമ്പോ രാജുവേട്ടന്റെ പാട്ട് കേൾക്കാതെ എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകും? രാജുവേട്ട പ്ലീസ് എന്ന് തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ഒരു സെലിബ്രേഷൻ വരുമ്പോൾ പാടാതെ എങ്ങനെയാണ് രാജുവേട്ട? ഹൗ ക്യാൻ വി കൺക്ലൂഡ് വിതൗട്ട് യുവർ സോങ്? പുറത്തു പോയപ്പോ പാടിയപ്പോ മലയാളികൾക്ക് വേണ്ടി പാടണ്ടേ? നിങ്ങളുടെ എനർജി നല്ലപോലെ ഹൈ ആണെങ്കിൽ രാജുവേട്ടൻ ഒരു മടിയും കൂടാതെ പാടുന്നതായിരിക്കും. രാജുവേട്ട പ്ലീസ്. എനിക്ക് തോന്നുന്നു എന്റെ പാട്ടിനേക്കാൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ജനത്തിനെ കേൾക്കാൻ താല്പര്യം ബേസിലിന്റെ പാട്ടാണ്. എനിക്കും ആക്ച്വലി ബേസിലിന്റെ പാട്ട് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ വൈകുന്നേരം ലാസ്റ്റ് കേട്ടോ. അതുകൊണ്ട് ബേസിൽ ഞാൻ മൈക്ക് കൈമാറാം. ബേസിലേട്ടന്റെ പാട്ട് ഉണ്ടായിരിക്കും. 2 പാട്ട് പേര് താങ്ങില്ല. രണ്ടുപേരുടെ ഒരു ഗ്രൂപ്പ് സോങ് ആയാലോ? അത് ഇതുവരെ ആരും കണ്ടിട്ടുണ്ടാവില്ല അല്ലെ? സൂപ്പർ ആയിരിക്കും. ബേസിലേട്ടൻ ഫുൾ സപ്പോർട്ട് വരുന്നുണ്ട്. കാതുണരും രോദനമെന്നോ ദൂരെ ദൂരെ ഹരിസാന്ത്വനം മൃദുസാന്ത്വനം
ഇന്നെവിടെയാണ് ഇനി എവിടെയാണ് ഇനി എവിടെയാണ് ഇനി ഇനിയൊരു പുതിയ മുഖം. രാജുവേട്ട ആ ഒരു ലൈൻ ഒന്നുകൂടെ വൈൻഡപ്പ് ചെയ്ത് ബേസിലേട്ടന്റെ പുതിയ മുഖം അതൊന്നുകൂടെ. ഓക്കെ, യെസ്, കം ഓൺ. ഒരു സാന്ത്വനം, ഒരു സാന്ത്വനം, മൃദു സാന്ത്വനം, ഇനി എവിടെയാണ് ഇനി എവിടെയാണ് ഇനി എവിടെയാണ് ഇനി ഉയരുന്നൊരു നനന ഇനി ഒരു പുതിയ മുഖം, പുതിയ മുഖം, ഇനി ഒരു പുതിയ മുഖം. ശ്രുതിയൊക്കെ പിടിച്ച് പാടാൻ അറിയാം. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ് പുതിയ മുഖം എന്ന് പാടിയത്. എന്തായാലും ജുഗൽബന്ദി ആയില്ലേ. താങ്ക് യു. തീർച്ചയായിട്ടും ഒരു പൂ ചോദിച്ചപ്പോ ഒരു പൂക്കാലം കിട്ടിയ ഒരു പ്രതീതിയായിരുന്നു അല്ലെ. സോ നമ്മുടെ ഒഫീഷ്യൽ പരിപാടി കൺക്ലൂഡ് ചെയ്യുന്നതിന് മുന്നേ 4 താരങ്ങൾ ആ സ്റ്റേജിന് താഴെ ഇരുന്ന് നമ്മുടെ ക്രൂവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഓഫ് കോഴ്സ് വി നീഡ് യു ഓൺ സ്റ്റേജ് ആസ് വെൽ. സോ നേരത്തെ തന്നെ നമ്മുടെ സ്റ്റേജിലെത്തി നമ്മളെ എന്റർടൈൻ ചെയ്ത് 4 താരങ്ങളെ കൂടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഖിൽ, അശ്വിൻ, സാഫ് ബോയ് ആൻഡ് സിജു. Okay, so for comic stars ഈ ഒരു മൊമെന്റിൽ എന്തെങ്കിലും കൂടെ പറയാൻ ബാക്കിയുണ്ടോ? Anything else? ഒരുപാട് സന്തോഷം. അപ്പോൾ എല്ലാവരും മെയ് 16 തിയേറ്ററിൽ പോയി സിനിമ കാണുക, സപ്പോർട്ട് ചെയ്യുക. എൻ്റെ കൂട്ടുകാരൻ്റെ പെങ്ങളെ കല്യാണമാണ്. അപ്പോൾ എല്ലാവരും മെയ് 16 തന്നെ വരണം. താങ്ക് യു സോ മച്ച്. ചേട്ടാ ടു കൺക്ലൂഡ് ഇൻ സ്റ്റൈൽ. യെസ് സാഫ് ബോയ് പറഞ്ഞു. അല്ല, എന്റെ ചേട്ടന്റെ കല്യാണം എല്ലാവരും ഈ മാസം 16 തീയതി വരണം. സിജു, അശ്വിൻ, ഞങ്ങളുടെ കൂട്ടുകാരുടെ കല്യാണമാണ്, എല്ലാവരും വരണം. ഓക്കെ, സോ മേ ബി ഒരു സ്റ്റൈൽ ആൻഡ് ക്ലാസ്സിൽ കൺക്ലൂഡ് ചെയ്യാനായിട്ട് ഒരാളത് പറയുന്നു, ബാക്കി എല്ലാവരും നമുക്ക് ഒരുമിച്ച് ഒരു ആക്ഷൻ കാണിച്ചാലോ. രാജുവേട്ടൻ ഒരു ആക്ഷൻ, നിങ്ങൾ എല്ലാവരും വരണം. ആരാണ് പറയുന്നത്? സാഫ് ബോയ് സെയിം ഡയലോഗ് പറയുന്നു, നമ്മൾ ആക്ഷൻ കാണിക്കുന്നു. മറ്റേ സെയിം ഡയലോഗ്, നിങ്ങൾ എല്ലാവരും കല്യാണത്തിന് വരണം. നമ്മൾ എല്ലാവരും ആക്ഷൻ കാണിക്കുന്നു. അപ്പൊ ഈ വരുന്ന മെയ് 16 തീയതി ഗുരുവായൂർ അമ്പലനടയിൽ വെച്ച് എന്റെ പെങ്ങളുടെ കല്യാണമാണ്. നിങ്ങൾ എല്ലാവരും വരണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. Thank you so much. Thank you so much, Rajweta. Thank you very